ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസി ലാപ്സ് ആവുന്നത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പല ആളുകളും ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ അടവ് അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് അടയ്ക്കാൻ വിട്ടുപോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് അടയ്ക്കാതിരിക്കുക, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ട് അടയ്ക്കാതിരിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ ആ പോളിസി ലാപ്സ് ആവും. എന്ന് പറഞ്ഞാൽ അത് എക്സ്പയറി ആവും. അപ്പോൾ നമ്മൾക്ക് എക്സ്പയറി ആയിക്കഴിഞ്ഞ പിന്നെ നമുക്ക് യാതൊരുവിധ ഇൻഷുറൻസ് കവറേജും ഉണ്ടാവില്ല. അതായത് റിസ്ക് കവറേജ് ഇല്ല. നമ്മുടെ ജീവിതം പിന്നെ ഒരു ഭയങ്കരമായ റിസ്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഇനി ഒരു പോളിസി നമ്മൾ അതുപോലെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വിട്ടുപോയി അത് കുറച്ച് നാൾ അടയ്ക്കാതിരുന്നാൽ അത് ലാപ്സ് ആവുന്നു. ലാപ്സ് ആയ ഒരു പോളിസി നമുക്കത് വീണ്ടും അത് റിന്യൂ ചെയ്തുകൊണ്ട് അത്രയും നാളത്തെ അടയ്ക്കാതിരുന്ന അത്രയും നാളത്തെയുള്ള പ്രീമിയം കണക്കാക്കി അത് നമ്മൾ ആ ഒറ്റ തവണയായിട്ട് അത് അടച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കത് റിന്യൂ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അഥവാ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരവസരമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുതിയൊരു പോളിസി എടുത്തുകൊണ്ട് നമ്മുടെ റിസ്ക് തന്നെ ഉള്ള കവറേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. മിക്ക സമയത്തും ഇൻഷുറൻസ് കമ്പനികൾ നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത ഓഫർ പീരീഡൊക്കെ കൊടുക്കാറുണ്ട് ഈ ലാപ്സായ പോളിസികൾ റിന്യൂ ചെയ്യാൻ വേണ്ടി. ആ ഒരു ബെനിഫിറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ടോട് കൂടി തന്നെ അത്രയും നാളത്തെ പ്രീമിയമൊക്കെ അടച്ചുകൊണ്ട് നമുക്ക് അത് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ഇത് ലാപ്സ് ആവാൻ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കിയിട്ട് അതിന് ലാപ്സ് ആകാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നിരന്തരമായി അടച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ ഈ പോളിസി അടയ്ക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അപ്പം മറ്റ് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അനാവശ്യമായ എക്സ്പെൻസ് ആണെങ്കിൽ പോലും ആളുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ ഇൻഷുറൻസ് അല്ലേ, അത് വേണ്ടെന്ന് വെക്കാം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പല ഇതും ലാപ്സായി പോകുന്നത്. നമ്മളൊരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്താൽ ഒരിക്കലും നമ്മളത് അത് പിന്നെ എങ്ങാനും അടയ്ക്കാം അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം എന്നൊരിക്കലും തീരുമാനിക്കാറില്ല. കാരണം നമുക്ക് പേടിയുണ്ട് പുറത്തിറങ്ങുമ്പോൾ പോലീസ് പിടിക്കുന്നത്. നമ്മുടെ സ്വന്തം ലൈഫിനെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആരും നമ്മളോട് ചോദിക്കില്ല എന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതേണ്ടത് നമ്മുടെ ജീവനെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പോളിസി ലാപ്സ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ലാപ്സ് ആവാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മളൊരു 2 വർഷമൊക്കെ അടച്ച പോളിസി ആണെങ്കിൽ അതിൽ നിന്നും ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ പ്രീമിയം കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ചില കാര്യങ്ങളും നമുക്ക് ഈ പോളിസിയിൽ ഉള്ളതുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പോളിസി നമുക്ക് എല്ലാവർക്കും തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടാവും. അതൊരിക്കലും ലാപ്സ് ആവാതിരിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കാനും വേണ്ടിയിട്ട് നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടുതൽ വിവരങ്ങൾക്കും ഏതെങ്കിലും വിധ ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.